എല്ലാവർക്കും ഈസ്റ്റ് കോസ്റ്റ് കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം വളരെ നാളുകൾക്ക് ശേഷം ഒരു വ്യത്യസ്തമായ കണ്ടന്റുമായിട്ട് വരികയാണ്. അതായത് കുറെ ആളുകൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഇവിടുത്തെ ട്രക്കേഴ്സ് ലൈഫ് അല്ലെങ്കിൽ ട്രക്ക് റിലേറ്റഡ് വീഡിയോസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് എന്ന രീതിയിൽ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ഇവിടെ ഉള്ള ആർമറിന്റെ ട്രക്ക് യാർഡിലാണ്. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആള് ട്രക്കറാണ്. സോ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് സമയം ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ബേസിക്കായിട്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ ട്രക്ക് ലൈസൻസ് എടുക്കാം അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിലോട്ട് എങ്ങനെ നിങ്ങൾക്ക് കയറാം എന്നുള്ളതാണ്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ. നമ്മുടെ ബ്രോ അകത്തുണ്ട്. അപ്പം നമുക്ക് ബ്രോയിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പം ഒരു പക്ഷേ നിങ്ങൾക്ക് ബ്രോയെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് എനിക്കറിയില്ല. ബ്രോയുടെ ഫേസ് അല്ലെങ്കിൽ വളരെ സിമിലർ ആണ്. അപ്പം ഇതാണ് നമ്മുടെ ബ്രോ. വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ്. ബ്രോയുടെ പേര് ഏബിൾ എന്നാണ്. പക്ഷെ ബ്രോയുടെ ഫേസ് കണ്ടാൽ പലരും പെട്ടെന്ന് തിരിച്ചറിയും. അല്ലെങ്കിൽ ബ്രോ ആ ഒരു തൊപ്പി മാറ്റി കഴിഞ്ഞാൽ ഒന്ന് മാറ്റുമോ? ഈ ഒരു മുഖം നിങ്ങൾക്ക് വളർക്കും, നിങ്ങൾക്ക് പരിചിതമായിരിക്കും. നിങ്ങൾ കമന്റ് ചെയ്യുക. ആളുടെ പേര് ശരിക്കും ഏബിൾ എന്നാണ്. നാട്ടില് കോട്ടയം തിരുവല്ലക്കാരനാണ്. അപ്പം കാനഡ അതിന് എത്ര നാളായി? 2 വർഷം. ഏകദേശം 2 വർഷമാകുന്നു. ബ്രോയുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രക്കറാണ്. അപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. ബ്രോയുടെ വണ്ടിയാണിത്. കമ്പനി വണ്ടിയാണെങ്കിൽ ബ്രോയുടെ സ്വന്തം വണ്ടി പോലെയാണ് നമ്മൾ കാണുന്നത്. ഇത് ബ്രോ ഈ വണ്ടിയെ കുറിച്ചൊന്ന് പറയാം. ഇത് ഏത് എങ്ങനെയാണ്? എനിക്ക് കിട്ടിയിട്ടുള്ള വണ്ടി വോൾവോയുടെ VNL 760 എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ്. ബങ്കുള്ള മോഡൽ ടൈപ്പാണ്. ഓക്കെ. ഇതില് അത്യാവശ്യം ലൈക്ക് ലോങ് റൂട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ്? അതെ, ഇത് ലോങ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ബേസിക് വണ്ടിയാണ്. ഓക്കെ. ഇതിന്റെ ഹയർ മോഡൽസ് ഉണ്ട്. ഓക്കെ. അപ്പം ഇത് നമുക്ക് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരാളിങ്ങനെ ഈ ഒരു പ്രൊഫഷനിലോട്ട് കയറി അല്ലെങ്കിൽ ഇവര് ഹയർ ചെയ്യുമ്പോഴത്തേന് ഇവർ ഇന്ന വണ്ടിയെ കൊടുക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടോ? സീനിയർ ആൾക്കാർക്ക് നല്ല വണ്ടി അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ലില്ല, അത് കമ്പനി ഡിപ്പെൻഡന്റ് ചെയ്തില്ല. നല്ല വണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഡ്രൈവർ നല്ല എക്വിപ്മെന്റ് യൂസ് ചെയ്താലല്ലേ സേഫ്റ്റിക്ക് ഓടിക്കാൻ പറ്റും. ഓക്കെ. അത് കമ്പനി ഡിപ്പെൻഡ് ചെയ്തിട്ട്, ലൊക്കേഷൻ ഡിപ്പെൻഡ് ചെയ്ത്, വർക്ക് ഡിപ്പെൻഡ് ചെയ്തൊക്കെയാണ് നമുക്ക് വണ്ടി തരുന്നത്. മാക്സിമം എന്താണ് നമ്മൾ കാനഡ നിയമം അനുസരിച്ച് നല്ലൊരു എക്വിപ്മെന്റ് യൂസ് ചെയ്യാൻ ഡ്രൈവറിന് കൊടുക്കുക എന്നുള്ളത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. അപ്പം നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ചുറ്റി കാണാം. ഇത് ഓൾറെഡി ബ്രോ ഇപ്പോൾ ഒരു ലോഡ് പോകാൻ വേണ്ടി ആക്ച്വലി എല്ലാം സെറ്റായിട്ട് ഇരുന്നപ്പോഴാണ് ഞാൻ ബ്രോയിനെ വിളിച്ചത്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിങ്ങനെ ബ്രോയെ ശല്യപ്പെടുത്തുമായിരുന്നു. അപ്പൊ ബ്രോ പറഞ്ഞു ഇപ്പൊ വന്നാൽ എടുക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി വരുമായിരുന്നു. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ബ്രോയിന്റെ വണ്ടി. ബ്രോ ഇത് ഈ ട്രെയിലറിന്റെ നീളം ഇത് കോമൺ ആണോ അതോ ഇത് ചെറുതാണോ? എങ്ങനെയാ അത്? അല്ല, ഇതിപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ട്രെയിലർ ഒരു സ്റ്റാൻഡേർഡ് സൈസാണ്. ഓക്കെ. ഫുൾ സൈസാണ് നമുക്ക് ട്രെയിലറിന്റെ വരുന്നത്. ഇപ്പൊ ഈ കാണുന്ന ട്രെയിലർ റീഫർ ട്രെയിലർ എന്ന് പറയും. ഇതിന്റെ അകത്തിപ്പം റീഫർ ഇപ്പൊ ഓണാക്കി ഇട്ടേക്കുക. ലോഡ് വന്നിരിക്കുന്നത് ബിയറാണ് വന്നേക്കുന്നത്. അതെ. ലോഡിപ്പം ഇവിടെ നോർത്ത് സിഡ്നി മെറൈൻ അറ്റ്ലാന്റിക് വന്ന് കിടന്നിട്ടിപ്പം 1 ദിവസമായി. ഇവിടുന്ന് ഇത് എടുത്തോണ്ട് നേരെ മോങ്ടൺ എന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 500 സംതിങ് കിലോമീറ്റേഴ്സ് അല്ലേ? അതെ, ഇവിടുന്ന് 6 മണിക്കൂർ ഡ്രൈവ്. ഓക്കെ. അപ്പൊ യൂഷ്വലി ഇപ്പം ഇങ്ങനെ ഡ്രൈവ് പോകുമ്പോഴത്തേന് ഈ ഒരു ട്രെയിലർ അവിടെ കൊണ്ടിട്ട് അവിടുന്ന് വേറെ എടുത്തോണ്ട് വരും. എങ്ങനെയാ അത്? അതെ, നമുക്കിപ്പോ അവിടെ ചെന്ന് ഈ ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ലോഡ് അസൈൻമെന്റ് കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പൊ തിരിച്ച് റിട്ടേൺ ഹോം പ്ലേസ് എന്ന് പറയുന്ന സിഡ്നി ആയതുകൊണ്ട് നമുക്ക് ഇവിടത്തേക്കുള്ള ഒരു ലോഡ് അവർ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ. പക്ഷെ ഇന്ന് കാര്യങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. തിരിച്ച് ലോഡില്ലാത്തത് കൊണ്ട് പോണോ വേണ്ടോ എന്നുള്ളൊരു ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണ്. അതാണ് ഞാൻ വന്നപ്പോഴത്തേന് എന്തായാലും ലോഡുണ്ട്. പക്ഷെ ബ്രോ ഇന്ന് പോണോ വേണോ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. നമ്മുടെ വിലയേറിയ സമയം അതെ നമ്മുടെ നെവിൻ നമ്മുടെ ഒരു ചാനലിന് വേണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അദ്ദേഹം മാറ്റി വെച്ചിരിക്കുകയാണ്.
അപ്പം എന്താ പറയുന്നത്, ബേസിക്കലി എനിക്ക് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിലോട്ട് കിടക്കാം, സമയം കളയുന്നില്ല. എന്റെ ആദ്യത്തെ ചോദ്യം, ഇവിടെ വന്നിപ്പം ബ്രോ ഇവിടെ വന്നത് 2 വർഷം മുന്നെയാണ്. ബ്രോ നാട്ടില് ഈ ഒരു പ്രൊഫഷൻ അല്ലായിരുന്നു. അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് ഈ ഒരു പ്രൊഫഷനിലോട്ട് കയറാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിന്റെ ലൈസൻസ്, അങ്ങനെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? അതെ, നമ്മള് ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് കഴിഞ്ഞ് ട്രക്കിന്റെ ലൈസൻസിന് വേണ്ടിയിട്ട് അതൊരു 3 മാസത്തെ കോഴ്സാണ്. എന്ന് പറയുമ്പോൾ 1 മാസത്തെ ഇന്റേൺഷിപ്പും 2 മാസത്തെ കോഴ്സും. അതിനകത്ത് എയർ ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ ട്രാക്ടർ എങ്ങനെ യൂസ് ചെയ്യണം, ട്രെയിലർ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ കണക്ട് ചെയ്യണം, ഇതിന്റെ സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലാസ് തരും. പിന്നെ പ്രാക്ടിക്കൽ ലെസൺസ് തരും. അപ്പൊ ഈ ഒരു ക്ലാസ്സിന് ഒരു ആവറേജ് എന്ത് ഫീസ് വരുന്നുണ്ട്? ഫീസ് നമ്മൾ നോവ സ്കോഷ്യയില് എന്താ പറഞ്ഞ, ഇപ്പം ഞാൻ പഠിച്ചിറങ്ങിയത് $10,600. അത് ഡിപ്പെൻസ് അപ്പോൺ മാറുമായിരിക്കും ഓരോ. ഇല്ല, ഈ $10,600 ഡിപ്പെൻഡ് ഓൺ സ്കൂളാണ്. പിന്നെ ഗവൺമെന്റ് ഇതിന് പറയുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ട്. പിന്നെ ഇത് ഏത് കോഴ്സ് എവിടെ ചെയ്യുന്നു, ഏത് സ്കൂൾ, അത് ഡിപ്പെൻഡ് ചെയ്ത് വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഓണ്ടാരിയോ തിരക്കിയപ്പോഴത്തേക്ക് നമുക്കൊരു 5,000 6,000 ചെയ്യാൻ പറ്റും. പക്ഷെ അതിനകത്ത് വേറെ കുറച്ച് പ്രോബ്ലംസ് കണ്ടതുകൊണ്ടാണ് നമ്മൾ നോവ സ്കോഷ്യ തന്നെ ചെയ്തത്. ഈ ബ്രോ പറഞ്ഞു ബ്രോ ഒണ്ടാരിയോയിൽ തിരക്കി, നോവ സ്കോഷ്യ തിരക്കി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ ഒണ്ടാരിയോയിൽ ചെയ്യുന്നതും ഇവിടെ ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടോ? ഇല്ല, നമുക്ക് ട്രക്കിന്റെ ലൈസൻസ് നമുക്ക് പല രീതിയിൽ അവൈലബിൾ ആണ്. എന്ന് പറയുമ്പോഴത്തേക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ് 12 മൈൽസ് എന്ന് പറഞ്ഞൊരു കോഴ്സ്. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോഴ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 2 ഇയർ എക്സ്പീരിയൻസ് എന്താ പറയണ്ടേ, നമുക്ക് ആഡ് ഓൺ ആവുന്ന രീതിയിൽ ഈ കോഴ്സ് മാർക്കറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഒരു കമ്പനിയിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്താണ് ഈ കോഴ്സ് ഉള്ളവരെ എടുക്കുന്നത്. അതേസമയം ലൈസൻസ് തരാം എന്താ പറയണ്ടത്, ഇതിപ്പോൾ ഒരു ട്രക്കുള്ളൊരു കമ്പനി അല്ലെങ്കിൽ ട്രക്കുള്ള ഒരാൾ, ആൾക്ക് ട്രക്ക് ഓടിക്കാൻ പഠിപ്പിക്കാൻ ലൈസൻസ് തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ ഓണ്ടാരിയോയിലൊക്കെ ചിലപ്പം $5,000 മേടിക്കുന്നത്. അപ്പോൾ ലൈസൻസ് അവരെടുക്കും, ട്രക്കും പഠിപ്പിക്കും. ലൈസൻസ് എല്ലാം നമ്മൾ പാസ്സാവും. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ കമ്പനി ഹയർ ചെയ്യാനായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഭയങ്കരമാണ്. അതായത് കമ്പനിക്ക് എപ്പോഴും ഡ്രൈവറിനെ വേണം, പക്ഷേ ഇൻഷുറൻസ് സമ്മതിക്കത്തില്ല. ഇവിടെ ഇൻഷുറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് അല്ലാത്തവർക്ക് ഹയർ ചെയ്യാൻ ഭയങ്കര പാടാണ്. സോ എപ്പോഴും ബെറ്റർ ഗവൺമെൻറ് കോഴ്സിൽ കൂടെ തന്നെ പോയി ചെയ്യുന്നതായിരിക്കും അതിൻ്റെ റൈറ്റ് വരുന്നത്. അടുത്തൊരിതെന്ന് പറയുന്നത്, ഇപ്പം ബ്രോ നാട്ടിൽ ഈ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു വലിയ ഹെവി വണ്ടി ഓടിക്കുമായിരുന്നോ? ഒരിക്കലും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ ഒരു ഇതിലോട്ട് കയറിയപ്പോഴത്തേന്, അഥവാ ഈ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേന് എങ്ങനെ ബുദ്ധിമുട്ടായിരുന്നോ? അതായത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സാധാരണ ഒരാൾക്ക് വന്നിട്ട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അങ്ങനെ. അതെ, ഇപ്പോൾ ട്രക്കിംഗ് ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാർ യൂസ് ചെയ്യുന്ന പോലോ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ നമുക്കുണ്ടായിരുന്ന നാട്ടിലെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസോ ട്രക്കിലേക്ക് വരുമ്പോൾ അത് അത്ര അങ്ങോട്ട് നമുക്ക് ഉപകാരമാകത്തില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഇതൊരു വലിയൊരു വണ്ടിയാണ്. ഈ വണ്ടി നമുക്ക് എന്താ പറയണ്ടത്, ഇതിന് സെപ്പറേറ്റ് ബ്രേക്സ് ഉണ്ട്, എയർ ബ്രേക്കാണ്, അതെല്ലാം മാനുവൽ ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ ഇത് കണക്ട് ചെയ്യേണ്ട രീതികൾ, ഡ്രൈവ് ചെയ്യേണ്ട രീതി. അപ്പം ഇതിപ്പോൾ ഒരു 12 എന്താ പറയണ്ടേ ഗിയറുള്ള വണ്ടിയാണിത്. അതേസമയം 10 ഗിയറിൻ്റെ വണ്ടിയുണ്ട്, 12, 13, 18 ഗിയർ. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് പഠിക്കാനായിട്ടാണ് നമുക്ക് ഈ സമയം എടുക്കുന്നത്. ഈ 2 മാസത്തെ കോഴ്സാണെങ്കിലും 2 മാസം നമുക്ക് എന്താണ്, ഒരു ദിവസം പോലും നമുക്ക് ആവശ്യമില്ലാതെ പോയെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ടൈറ്റായിട്ടുള്ള കോഴ്സാണെന്ന്. അപ്പം ഈ 2 മാസത്തെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ ഇന്റേൺഷിപ്പ് എത്ര വരും? കറക്റ്റ് 1 മാസം ഉണ്ടോ? ഇന്റേൺഷിപ്പ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ചെയ്തത്. ഇന്റേൺഷിപ്പ് ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു, നമ്മൾ ഹയർ ചെയ്തു. അതെ.
അപ്പൊ ഈ ഇന്റേൺഷിപ്പിൽ നമ്മൾ എങ്ങനെയാ അടുത്തുള്ള സ്ഥലങ്ങളിലാണോ ഓടുന്ന ലൈക്ക് എങ്ങനെയാ അത്? അല്ല, എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയത് ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന റൂട്ടിൽ തന്നെ. സെയിം ആ ഒരു മൗണ്ടൻ ലോങ് ആയിരുന്നു. അതെ അതെ. എന്ന് പറയുമ്പോൾ നോവ സ്കോഷ്യ നിന്ന് ന്യൂ ബ്രോൺസിക്ക് പോയിട്ട് തിരിച്ച് നോവ സ്കോഷ്യ. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പം ഈ ഒരു ട്രക്കർ പ്രൊഫഷൻ അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഒരു ആള്, അതിപ്പോ ഏതർ സ്റ്റുഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കി സ്പൗസ്, ഇനിയിപ്പോ സ്പൗസ് വിസ ലൈക്ക് കൊടുക്കൂല, പക്ഷെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇൻ കേസ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ആഗ്രഹിച്ച് വരുന്ന ആളോട് എന്താ പറയാനുള്ളത്? ലൈക്ക് ട്രക്കിംഗ് ആക്ച്വലി നല്ലൊരു ഫീൽഡാണ് ആക്ച്വലി. പക്ഷെ നമ്മളൊരു സിംഗിളായിട്ട് നിന്നുകൊണ്ട് ഈ ഒരു ഫീൽഡിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എന്താ പറയണ്ട, നമ്മൾ ജീവിച്ച് വന്നിട്ടുള്ളൊരു രീതി ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളൊരു പുതിയൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ട്രക്കിംഗ് നമ്മൾ റോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ പറയണ്ടേ, സ്നോ കാരണം നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും ഡിഫക്റ്റ് കാരണം നിർത്തിയിടേണ്ട വന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ഓടി ഒരു സ്ഥലത്ത് എത്തി വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന ഒരു ഷെഡ്യൂൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ റോഡിൽ കിടക്കേണ്ട അവസരങ്ങളുണ്ടാവും. ഇപ്പോൾ ലോങ് ഹോൾ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ 4 days അവർ വെളിയിലായിരിക്കും, 3 days വീട്ടിലായിരിക്കും. ആ ഒരു അറേഞ്ച്മെൻറ്റായിട്ട് വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അല്ലാതെ ട്രക്കിംഗ് ഫീൽഡ് വളരെ നല്ല അഭിപ്രായമുള്ള ഒരു ജോബാണെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, ബ്രോ ഇപ്പോൾ ഓൾറെഡി ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഈ ഒരു കമ്പനിയിൽ തന്നെ അവര് ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ബ്രോ ജോലിക്കായിട്ട് കയറി. അപ്പൊ ഇതിപ്പം ഞാൻ എന്റെ കയ്യിൽ ചോദിക്കുന്നത് നമ്മുടെ ഒരു പ്രൊവിൻസ് വെച്ചിട്ടാണ്. വേറെ പ്രൊവിൻസിലും ഓരോ പ്രൊവിൻസിലും ഡിഫറെന്റ് ആണല്ലോ, ഐ മീൻ ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ് ആണ്. നമ്മുടെ ഒരു പ്രൊവിൻസില് ഇപ്പം ഈ ഒരു ട്രക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുന്ന ആ ഒരു ഇത് ബുദ്ധിമുട്ടുണ്ടോ, എങ്ങനെയാ അത്? അതെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയണ്ട, ഒരു പ്രൊഫഷണൽ ഡ്രൈവർ എന്നുള്ളൊരു സ്റ്റേറ്റിലേക്കാണല്ലോ നമ്മളെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സീരിയസ്നെസ് മാർക്കറ്റ് ഡ്രൈവേഴ്സിനുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഹയർ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഈ പ്രോപ്പർ കോഴ്സ് എടുത്തിട്ട് ചെല്ലുന്നവരാണെങ്കിൽ അവർക്കൊരു പ്രയോറിറ്റി എന്തായാലും ഉണ്ട്. പിന്നെ എന്താ പറയണ്ടേ, നമുക്കിപ്പം ഇവിടിപ്പം എന്താ പറയണ്ടേ, കാനഡയിൽ സമ്മർ ടൈമുണ്ട്, വിന്റർ ടൈമുണ്ട്. അപ്പോൾ വിന്റർ ടൈമിൽ പൊതുവേ വർക്കൊക്കെ കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഹയറിങ്ങിന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം സമ്മർ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഹയർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്ക് ഒരുപാട് റണ്ണ് വരും, കമ്പനിക്ക് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു നല്ല പീക്ക് ടൈമിൽ ഇതിന് അതിനുവേണ്ടി നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഞാൻ പലരുടെയും വീഡിയോയ്ക്ക് അത് കണ്ടിട്ടുണ്ട്, ഇപ്പം കാനഡ ടു US അല്ലെങ്കിൽ ഒരു വേറൊരു കൺട്രിയിലോട്ട് ഇങ്ങനെ ലോങ് ഹോൾ ചെയ്യുന്നത്. അതെ അതെ. അപ്പം അങ്ങനെ ഒരു രീതിക്ക് നമുക്കൊരു കരിയർ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ചൂസ് ചെയ്യണമെങ്കിൽ അതിന്റെ എങ്ങനെ, അതിനെന്തെങ്കിലും പ്രത്യേകതകൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഫറൻ്റ്ലി ചെയ്യണമെന്നില്ല? ഇപ്പം ലോങ് ഹോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻ ഹോളാണ് എന്ന് പറയുമ്പോൾ ഒരു 14 hour ഷിഫ്റ്റ് ആയിരിക്കും. നമ്മൾ എന്താ പറയുക, ഇവിടുന്ന് നേരെ ഒരു 6 hour അങ്ങോട്ട് ഡ്രൈവ് ചെയ്യുക, തിരിച്ച് 6 hour എടുക്കുക. പിന്നെ അതിനിടയ്ക്ക് എന്താ പറയുക, പേപ്പർ സബ്മിഷനും പ്രീ ട്രിപ്പ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം ലൈൻ ഹോൾ അങ്ങനെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ പോവുക, നമ്മൾ തിരിച്ച് വീട്ടിൽ വരിക. ലോങ് ഹോൾ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു 5 ദിവസത്തേക്ക് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് മാറി നിൽക്കുക, എന്നിട്ട് 3 ദിവസം വീട്ടിൽ സ്പെൻഡ് ചെയ്യുക എന്നുള്ള രീതിയാണ്. അപ്പം പുതിയ ഡ്രൈവർ എന്നുള്ള നിലയിൽ നമുക്ക് ആദ്യമേ കയറി എന്താ പറയണ്ടേ, അങ്ങനെ ലോങ് ഓടിക്കാനായിട്ടുള്ളൊരു എന്താ പറയണ്ടേ ഒരു രീതി ആകത്തില്ല. നമ്മളതിനൊക്കെ ഒരു ട്രെയിനിങ് വേണം. ഇത്രയും ലോങ് ഫുൾ ടൈം ഇരുന്ന് ഓടിക്കുകയല്ലേ, ചിലപ്പോൾ ഒരു ദിവസം പറ്റുമായിരിക്കും, 2 ദിവസം. അപ്പോൾ ഡെയിലി നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ളൊരു എന്താ പറയണ്ടേ, സ്റ്റാമിന ഗെയിൻ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബോഡി അതിനോടൊന്ന് യൂസ്ഡ് ആയി വരണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ട്. ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നവർ ആദ്യമേ ലോങ് ചെയ്യാതെ കുറച്ചൊരു ലൈൻ ഹോളൊക്കെ ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി പിന്നെ ലോങ് ഹോളിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പം ബ്രോ ഈ ഒരു പ്രൊഫഷണൽ ട്രൈ കഴിഞ്ഞ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ എൻ്റെ ക്ലൈമറ്റ് ഭയങ്കര ഡിഫറെന്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം സ്നോ പെയ്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്നോഫോൾ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എപ്പോഴേലും ഈ ഡ്രൈവിംഗിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റോ എല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ തന്നെ ഞാനിപ്പോ ജസ്റ്റ് ഇപ്പം പോയിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ഈ അടുത്ത് തന്നെ ഒരു ട്രക്ക് ഇപ്പൊ ഡിച്ചിൽ പോയി കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ബ്ലാക്ക് ഐസ്. അതിപ്പം കാനഡയെ സംബന്ധിച്ച റോഡ് ഐസി ആയിരിക്കും, സ്നോയി ആയിരിക്കും, അതൊക്കെ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഡ്രൈവർ വേണം അതിൻ്റെ ആയിട്ടുള്ള സൂക്ഷ്മതയോടെ കാര്യങ്ങൾ റോഡ് കണ്ടീഷൻസ് നോക്കി ഡ്രൈവ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ബ്രോ പറയുന്ന പോലെ നമ്മളിപ്പം 2 മാസം അല്ലെങ്കിൽ 3 മാസത്തെ ക്ലാസ്സിന് ശേഷം നമ്മൾ വൺസ് റോഡിൽ ഇറങ്ങി കഴിഞ്ഞ്
കുറച്ചുകൂടി കഴിയുമ്പോഴാണ് കൈ തെളിയുന്നത്. എങ്ങനെയാണ് അതിനെപ്പറ്റി ഒരു അഭിപ്രായം എന്താണ്? ഇല്ല, നമുക്ക് അതല്ലേ പറഞ്ഞത്, കാർ ലൈസൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടെന്നുള്ള രീതിയിലാണ്. അപ്പം സ്റ്റിയറിംഗ് വെച്ചിട്ട് നമുക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ആക്സിലറേഷനിൽ വരുന്നതും ബ്രേക്ക് ചെയ്യുമ്പോൾ എയർ ബ്രേക്കാണ്, നമുക്കൊരു പെട്ടെന്ന് കയറി ബ്രേക്ക് ചെയ്താവും. ഭയങ്കര സെൻസിറ്റീവ് ബ്രേക്സാണ്. അപ്പോൾ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയി വരണം. പിന്നെ നമ്മുടെ കാർ തിരിക്കുന്ന പോലെ അല്ല, അതിൻ്റെ ടേണിംഗ് റേഡിയസ് വേറെയാണ്. എക്സ്പെഷ്യലി ട്രെയിലർ കണക്ട് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വൈഡ് ടേൺസ് എടുത്താലേ ബാക്കിൽ നിന്ന് വരുന്ന ട്രെയിലർ അതനുസരിച്ച് നമ്മുടെ കൂടെ വരത്തുള്ളൂ. അപ്പം എന്താ പറയുക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനും ഒരു ഫ്രഷറായിട്ട് വന്നതാണ്. നമ്മൾ ഓടിച്ച് ഇപ്പോഴും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടില്ല. ഇപ്പം പല എക്സ്പീരിയൻസ് ഡ്രൈവ് ആണല്ലോ. റോഡിൻ്റെ കണ്ടീഷൻസ് എപ്പോഴും വേറെ ആയിരിക്കും, വണ്ടിയുടെ കണ്ടീഷൻസ് എപ്പോഴും വേറെ ആയിരിക്കും. ലോഡ് നമുക്ക് കിട്ടുന്നത് വെയിറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും, അതനുസരിച്ച് ഡ്രൈവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ചോദ്യം എന്ന് പറയുന്നത്, എപ്പോഴേലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റില് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് തെറ്റായി പോയി അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് നല്ല സ്നോയാണ്. അപ്പം സ്നോ ടൈമിൽ നമുക്ക് ഇറങ്ങാനുള്ളൊരു മടിയും, പിന്നെ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞ വിന്റർ ടൈംസിൽ ഇവർക്ക് എന്താ പറയുക, പൊതുവേ എന്താ പറയണ്ട, കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് എന്താ പറയണ്ടേ, ഇപ്പം ഞാൻ ലൈൻ ഹോളാണ് ഓടുന്നത്, ഡെയിലി പോവുക വീട്ടിൽ വരിക. അപ്പം എന്നെ സംബന്ധിച്ച് ചിലപ്പം ഈ സ്ലോ ആയതുകൊണ്ട് ഒരു ദിവസം ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂർ നെക്സ്റ്റ് ലോഡിനോട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മടുപ്പുകളൊക്കെ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വരാത്തപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ജോലിക്കും ഉണ്ടാകുന്നൊരു മടുപ്പ്. അതല്ലാതെ ഈ ജോലിയുമായിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഈ വണ്ടി എടുത്തു, ഇനിയുള്ള 10-13 മണിക്കൂർ ഞാൻ തന്നെയാണ്. അപ്പോൾ എനിക്ക് ആ ജോബിൻ്റെ അകത്ത് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡം കിട്ടുമ്പോൾ തന്നെ ഇത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു റിസ്ക്കും ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യമാണ്. എന്താ പറയണ്ടേ, എന്നെ സംബന്ധിച്ച് പ്രൊഫഷൻ വളരെ സൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്രൊഫഷനായിട്ട്. വേറൊരു ജോലിയെ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു പ്രഷറോ കാര്യങ്ങളോ ഇല്ല, നമുക്ക് നമ്മുടെ ഒരു അതെ. കാര്യം വെച്ചാൽ ഇപ്പം വേറൊരു ജോലി ആവുമ്പോഴത്തേക്ക് ഇന്ന സമയത്ത് നമ്മൾ വരണം, ഇന്ന സമയത്ത് ലോഡ് എത്തിക്കണം, അങ്ങനെയൊക്കെ കുറെ പ്രഷർ കാണുമല്ലോ. ഇത് അങ്ങനൊന്നും ഒരു പരിധി വരെ ഇല്ല. ഒരു അപ് ടു എന്താ പറയണ്ടേ, ഒരു 60% അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ ഇൻ കേസ് എന്തെങ്കിലും അർജന്റ് ലോഡുകൾ ഉണ്ടെങ്കിൽ അവർ മുൻകൂട്ടി പറഞ്ഞ് അതിന്റെ ഷെഡ്യൂള് ഡിസ്പാച്ചിൽ തന്നെ ശരിയാക്കി നമുക്ക് തരും. ഇതെന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മളിപ്പോ ഈ ലോങ് ഓടുമ്പോഴത്തേന് നമ്മളൊരു കുറെ സമയം ഓടി കഴിയുമ്പോഴത്തേനും ഒരു ഇത്ര സമയം ബ്രേക്ക് എടുക്കണമെന്ന് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതെ, നമുക്ക് എന്താ പറയണ്ടേ, ബ്രേക്ക് എടുക്കാനുള്ള ഒരു ഹാഫ് ആൻ അവർ ഓപ്ഷൻ ഉണ്ട്. ഞാൻ യൂഷ്വലി ലൈൻ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഞാനങ്ങനെ ബ്രേക്ക് എടുക്കാറില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ടീം ഹോട്ടൽസിൽ പോവുക, ഒരു സാൻഡ്വിച്ച് എടുക്കുക, കോഫി എടുക്കുക, നമ്മൾ റണ്ണിങ്ങിൽ തന്നെ ഫുഡ് കഴിക്കുക. അപ്പോൾ ആ ഒരു റണ്ണിങ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ക്രൂസിലിടുമായിരിക്കും, ഹൈവേ ആയിരിക്കും, നമുക്കങ്ങനെ എന്താ പറയണ്ടേ, കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കാനായിട്ടൊരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഫുഡ് കഴിക്കും. പിന്നെ ഒട്ടും പറ്റുന്നില്ല, ടയർഡാണെന്നുണ്ടെങ്കിൽ ഹാഫ് അവർ ബ്രേക്കൊക്കെ എടുത്ത് ഒന്ന് ഫ്രഷായി അതൊക്കെ പിന്നെ വണ്ടി ഇടും. അത് ഇത്ര മണിക്കൂറിനകം ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. അതൊക്കെ ഡ്രൈവറിന്റെ ഒരു ഇഷ്ടമുള്ള പോലെ. ഇപ്പം ഞാൻ ഇന്ന് ഇവിടുന്ന് വണ്ടി എടുത്തു, റോഡിലിറങ്ങി, പിന്നെ എൻ്റെ ഇഷ്ടമാണ്, എനിക്കിപ്പോൾ ഒന്ന് ഉറങ്ങണോ, എനിക്കിപ്പോൾ ഒന്ന് കഴിക്കണം, ഇപ്പം എനിക്കൊന്ന് പതുക്കെ ഒന്ന് പോകണം, അല്ലെങ്കിൽ ഒന്ന് കുറച്ചുകൂടെ ഒന്ന്, ഇതെല്ലാം നമ്മുടെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു എന്താ പറയണ്ട ഒരു ജോബ് ആയതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത് തന്നെ. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിരുന്നു. ആക്ച്വലി ഇപ്പൊ നല്ല തണുപ്പുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് വണ്ടിക്ക് അകവൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്കൊരു ഔട്ടർ എടുത്തൊരു വീഡിയോ എൻഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇപ്പം ഇവര് പ്രത്യേകിച്ച് ഈ ട്രക്കേഴ്സ് ലൈഫിൽ അവര് ഒരു ലോങ് ഓട്ടോ ഒക്കെ ഓടുമ്പോഴത്തേനും അവരുടെ വണ്ടിയുടെ പ്രീ ട്രിപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഞാൻ പുള്ളിയുടെ കൂടെ തന്നെ ഞാൻ ആക്ച്വലി ഒരു ട്രിപ്പിൽ ഞാൻ കൂടെ പോയിട്ടൊരു ഒരു വോൾ വീഡിയോ ഞാൻ എടുത്ത് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ആ പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷന്റെ കാര്യങ്ങളൊന്ന് കാണിക്കാത്തത്. അപ്പൊ ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പൊ ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ അകം ഒന്ന് കണ്ടിട്ട് ഒരു ഔട്ട്രോ എടുത്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വണ്ടിയുടെ ഒരു നല്ല ഹൈറ്റാണ്. ജസ്റ്റ് 2 സ്റ്റെപ്പ് കൊണ്ട് നമ്മളിങ്ങനെ കയറുന്നു. കഴിഞ്ഞാൽ ആനപ്പുറത്തിരിക്കുന്ന ഒരു ഫീലാണ്. അപ്പൊ ജസ്റ്റ് ഇതാണ് വണ്ടിയുടെ അകം. ജസ്റ്റ് ഇവിടെ ഒരു സ്റ്റിയറിംഗ് കാര്യങ്ങള്, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട് ആക്ച്വലി.
അത് ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇതിന്റെ ബാക്ക് ആണ്. ജസ്റ്റ് ഇവിടെ ഒരു ബെഡ് ഉണ്ട്, ഫ്രിഡ്ജ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടോ, ഫ്രീസർ കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒരു ചെറിയൊരു ഫ്രീസർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ബാക്കിൽ നിന്നുള്ളൊരു വ്യൂ ഇതാണ്. ഇവിടെ സ്ക്രീന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനാണ് നമ്മുടെ എന്താ പറയുക ലോഗ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. ഡ്രൈവിംഗ് ടൈം ഇതിന് 12 മണിക്കൂർ 1 മിനിറ്റ് ഡ്രൈവിംഗ് ടൈം കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സമയം കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ 10 മണിക്കൂർ റെസ്റ്റ് എടുത്തിരിക്കണമെന്നാണ് നിയമം. ഈ 10 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് 13 മണിക്കൂർ തിരിച്ചു കിട്ടും. ഈ 13 മണിക്കൂർ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ പിന്നെ 10 മണിക്കൂർ റെസ്റ്റ് കിട്ടും. നമ്മളെ മൊത്തത്തിൽ നമ്മളെ വണ്ടി ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഓമ്നി ട്രാക്കാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോ ബ്രോ ഓട്ടം തുടങ്ങാത്തോണ്ട് ഈ 12 മണിക്കൂർ അങ്ങനെ നിൽക്കും. അതെ അതെ അതെ. അപ്പൊ ഇത് നമ്മൾ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? അതെ അതെ അതെ. നമ്മൾ ഇതിപ്പോ ഇതിൽ വന്നിട്ട് നമ്മള് ഡ്രൈവർ ലോഗിൻ എടുക്കുക. ഡ്രൈവർ ലോഗിൻ്റെ നമ്മുടെ ലോഗിനും പാസ്വേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് ലോഗിൻ നമ്മൾ പഞ്ചിങ് ചെയ്യുന്ന പോലെ തന്നെ. അതെ, നമ്മൾ പഞ്ചിങ് ചെയ്യുന്ന പോലെ തന്നെ ലോഗിൻ. ഈ സമ്മറി എടുത്തു കഴിഞ്ഞാൽ എത്ര നേരം ഓടിച്ചു അതിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വിശേഷങ്ങള്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം എല്ലാ ബേസിക് ഡീറ്റെയിൽസും കവർ ചെയ്തു എന്ന്. എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ, ഫീസുകൾ, അങ്ങനെ അത്യാവശ്യം ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞത് അത്യാവശ്യം ബേസിക്കലി നമ്മുടെ ഈ ഒരു പ്രൊവിൻസ് റിലേറ്റഡ് ആണ്. ബേസിക്കലി എല്ലായിടത്തും കോമൺ ആയിരിക്കാം, പക്ഷെ എന്നിരുന്നാലും ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണും. ഇപ്പം പിന്നെ ഈ ജോബിന്റെ അവൈലബിലിറ്റിയും കാര്യങ്ങളെല്ലാം പ്രൊവിൻസ് അനുസരിച്ച് മാറും. ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ അറ്റ്ലാന്റിക് പ്രൊവിൻസിലാണ്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ വിശേഷങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഫുള്ളൊരു വീഡിയോ, അതായത് ഒരു പുള്ളിയുടെ കൂടെ ഞാനൊരു ഡ്രൈവ് പോയിട്ട് ഇപ്പം റീ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇവരുടെ ഡെയിലി റൊട്ടീൻ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ വരുന്നതായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അതെന്തായാലും ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അപ്പൊ ബ്രോയ്ക്ക് ഒരുപാട് താങ്ക്സ്. ഒരുപാട് ആൾക്കാരുടെ ചോദ്യം എനിക്ക് തോന്നുന്നു ആൻസർ ചെയ്യപ്പെട്ടു എന്ന് കുറെ പേര് ചോദ്യം ചോദിച്ചിരുന്നു, ലൈക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.